ഇനി തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവിടെ CPM വിമത സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. UDFന്റെ പിന്തുണ തനിക്കുണ്ടെന്നും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം TK ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസ് വിമതന്മാരുടെ പ്രശ്നം അവർ പരിഹരിക്കും. ജില്ലയിലെ മുതിർന്ന CPM നേതാക്കൾ ഉൾപ്പെടെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളാണ്. എനിക്ക് UDF പിന്തുണ നൽകിയിട്ടുണ്ട്. ഞാൻ ശക്തമായ പിന്തുണയാണ് എനിക്ക് ആദ്യം മുതൽ നൽകിയിട്ടുള്ളത്. ഒരു റിബൽ സ്ഥാനാർത്ഥി റെഡിയായി നോമിനേഷൻ കൊടുക്കാൻ ബന്ധുക്കൂടിയവരാണ്. അതൊക്കെ പാർട്ടി പരിഹരിച്ചു. KPC പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള കരുത്തുണ്ടല്ലോ, അതിൽ പരിഹരിക്കാൻ അതൊക്കെ പരിഹരിച്ചോളൂ. സ്വതന്ത്രമായി മത്സരിക്കുന്ന നേരത്തെ തീരുമാനിച്ചു. ചിഹ്നമേറുന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ട്? കൈപ്പത്തിയല്ലേ ഗുണം? നേരത്തെ ഇപ്പോൾ പാലക്കാടൊക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്വതന്ത്രം മത്സരിക്കുകയാണ്. അല്ല, അത് ഞങ്ങൾ തീരുമാനിച്ചു തന്നെയാണ്. ഞങ്ങൾ പാർട്ടി പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരും പിന്നെ ഞാനും ചേർന്ന് തീരുമാനിച്ചു തന്നെയാണ്. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നുള്ള അഭിപ്രായം. അല്ല ആൾ കൈപ്പറ്റുന്നതല്ല നല്ലത്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പാർട്ടിയിലുള്ള പിന്നെ ആളുകളും ഒക്കെ തന്നെ ഇപ്പോഴും എന്നെ വിളിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ആത്മവിശ്വാസം. അത് എത്ര വോട്ടാവുന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ണൂരിലെ മുതിർന്ന പാർട്ടി നേതാക്കളും ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇന്നിപ്പോൾ KPCC അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ തളിപ്പറമ്പിലെ കോൺഗ്രസ് വിമതരുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ നീക്കങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടായോ? അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ TK ഗോവിന്ദൻ പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അത് പാർട്ടിയാണ്, അതായത് കോൺഗ്രസ് പാർട്ടി തന്നെ ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കും. പാർട്ടി അത് തീരുമാനിക്കാനുള്ള പാർട്ടി സംവിധാനം കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവർ തന്നെ പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. ഇന്ന് രാവിലെ 10 കൂടിയാണ് TK ഗോവിന്ദൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വീട്ടിലെത്തിയത്. 10 മിനിറ്റ് നേരം അവർ കൂടിക്കാഴ്ച നടത്തി. നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്ത് ഷാളിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ശരി ഫൈസൽ.